ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ പെരുന്നാളിൻ്റെ വിശേഷങ്ങളായിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത് പെരുന്നാളിൻ്റെ തലേന്ന് രാത്രി ഏകദേശം ഒരു 10 മണിയായിട്ടുണ്ടാവും. ആ സമയമാണ് കേട്ടോ. ആ സമയം പിന്നെ നമുക്ക് രാവിലത്തെ കുറച്ച് പണികളെല്ലാം ഉണ്ടാവില്ല, നമുക്ക് ബുദ്ധിമുട്ടുന്ന പണികളെല്ലാം രാവിലെ എടുക്കാൻ പറ്റാത്ത പണികളെല്ലാം അതെല്ലാം തലേന്ന് ഒന്ന് ചെയ്തെടുക്കാൻ വിചാരിച്ചേട്ടാ. അതായത് സവാള അരിയലും അങ്ങനത്തെ ഇറച്ചി ബീഫ് മുറിച്ചിട്ട് കഴുകിയിട്ട് വെക്കൽ, അങ്ങനത്തെ എല്ലാം കുറച്ച് പണികളെല്ലാം ഉണ്ടായിന്. അപ്പോൾ അതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ രാവിലെ നമുക്ക് ആ പെരുന്നാളിൻ്റെ സമയം അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന്. അപ്പോൾ ഇന്ന് ഞാൻ ഈ അടുക്കളയിൽ നിന്ന് വന്നിട്ട് ചെയ്യുന്നത് വർക്ക് ഏരിയയിൽ നിന്നല്ല. അപ്പം ഇങ്ങനെ കുറച്ച് വലിയ പണിയെല്ലാം ഉണ്ടെങ്കിൽ ഞാൻ ഇതേപോലെ ഈ അടുക്കളയിൽ നിന്ന് വന്നിട്ട് ചെയ്യൽ, കുക്കിംഗ് മാത്രം ആ വർക്ക് ഏരിയയിലാക്കും. അപ്പോൾ സവാളയെല്ലാം ഹസ്ബൻഡ് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. നല്ല സ്പീഡിൽ തന്നെ കട്ട് ചെയ്യും. അപ്പോൾ കട്ട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഹസ്ബൻഡ് തന്നെ കട്ട് ചെയ്ത് തരും. അപ്പോൾ കുറച്ചധികം തന്നെ വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഹസ്ബൻഡിൻ്റെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കുറച്ച് പോലീസുകാരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ കുറച്ചധികം തന്നെ വെക്കണം. അപ്പം 2 ഐറ്റംസാണ് കേട്ടോ ആക്കുന്നത്. ചിക്കൻ ബിരിയാണിയും ചിക്കൻ മന്തി ആക്കുന്നുണ്ട്, പിന്നെ ബീഫ് വറവും ആക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇല്ലെങ്കിൽ പെരുന്നാൾക്ക് നമ്മൾ അങ്ങനെ പിന്നെ ചിക്കൻ ബിരിയാണി തന്നെയാണ് കേട്ടോ ആക്കൽ. അപ്പോൾ ഇപ്രാവശ്യം വിചാരിച്ച് കുറച്ച് മന്തിയും കൂടെ ആക്കിയേക്കാൻ വിചാരിച്ച്. അപ്പോൾ സവാളയൊക്കെ അരിയുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ സവാള അരിഞ്ഞിട്ട് ഇതേപോലെ ഒരു പാത്രത്തിൽ വെച്ചിട്ട് അവിടെ പൊത്തി വെച്ചാലും ഒന്നും ആവില്ല കേട്ടോ. പിന്നെ ഞാനിങ്ങനെ ഫ്രിഡ്ജിലൊന്നും വെക്കില്ല, ഇതേപോലെ ഒരു പാത്രത്തിലാക്കിയിട്ട് പൊത്തിയിട്ട് അവിടെ മാറ്റി വെക്കുക കേട്ടോ. എന്നിട്ട് രാവിലെയാണ് ഇതിൻ്റെ മസാലയെല്ലാം ആക്കൽ. അപ്പോൾ സവാളയെല്ലാം അങ്ങനെ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ മന്തിയാക്കാനുള്ള മല്ലിയിലയും പുതിനയും രാത്രിയെ മുറിച്ച് വെക്കുന്നുള്ളൂ. ബാക്കി ബിരിയാണിക്കുള്ള പുതിനയും മല്ലിയിലെല്ലാം രാവിലെയാണ് കേട്ടോ മുറിച്ച് വെക്കുന്നത്. അത് വാടിപ്പോണ്ട വിചാരിച്ചിട്ട് അപ്പം മന്തിക്ക് ഞാൻ ഇന്ന് രാത്രിയെ കുഴച്ച് വെക്കുന്നുണ്ട്. അപ്പം നേരത്തെ കുഴച്ച് വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. മസാലയെല്ലാം ശരിക്കും പിടിക്കും മന്തിക്ക്. അപ്പോൾ മന്തിക്കുള്ള മല്ലിയിലയും ഞാൻ ഹസ്ബൻഡിന് കൊടുത്തിട്ടുണ്ട്, അത് അരിഞ്ഞ് തരാൻ പറഞ്ഞിട്ട്. അപ്പോൾ എന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുക്കിംഗ് ചെയ്യാനെല്ലാം സഹായിക്കും കേട്ടോ. പിന്നെ ഇതേപോലെ കട്ട് ചെയ്യാനും അങ്ങനെയെല്ലാം കുക്കിംഗ് ചെയ്യാൻ സഹായിക്കലുണ്ട്. അപ്പോൾ മന്തിൻ്റെ പിന്നെ മല്ലിയിലെല്ലാം മുറിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ രാത്രി തന്നെ നമ്മൾ പകുതി പണിയെല്ലാം രാത്രി തന്നെ നമ്മൾ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ രാവിലത്തേക്ക് പിന്നെ മസാലയാക്കലും ചിക്കൻ പൊരിക്കലും അങ്ങനെയെല്ലാം ആയിട്ട് രാവിലെ അത്ര പണി കാണൂല കേട്ടോ നമുക്ക് രാവിലെ തന്നെ. അപ്പോൾ ക്യാപ്സിക്കവും മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതേപോലെ ക്യാപ്സിക്കം ചെറുതായിട്ട് മുറിച്ചെടുക്കുന്നുണ്ട്. മന്തീൻ്റെ പിന്നെ റെസിപ്പി ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. കാണാത്തവർ വേണമെന്നുണ്ടെങ്കിൽ കാണാം കേട്ടോ പോയിട്ട്. അപ്പം നേരത്തെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിന്. അപ്പോൾ മക്കളൊക്കെ ഉറങ്ങാണ്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. അവർ നമ്മൾ ഉറങ്ങുമ്പോൾ ഉറങ്ങുമെന്ന് പറഞ്ഞിട്ട് പെരുന്നാളെന്നെല്ലാം പറയുമ്പോൾ തലേന്നേ നമുക്കൊരാഘോഷം തന്നെയല്ലേ. അപ്പോൾ അവരെല്ലാം ഇങ്ങനെ ഉറങ്ങാണ്ട് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ തക്കാളി എല്ലാം കട്ട് ചെയ്തിട്ട് തന്നെ വെക്കുക കേട്ടോ. തക്കാളികളൊക്കെ കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ തന്നെ ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് പേസ്റ്റ് ആക്കിയിട്ട് തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. അപ്പം രാവിലെ എടുക്കുമ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടേ കാണൂല. അപ്പോൾ ഞാൻ തക്കാളിയെല്ലാം വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് സമയം ഇങ്ങനെ തക്കാളിയെല്ലാം വെള്ളത്തിലിട്ട് വെച്ചാൽ അതിലെല്ലാം എന്തെങ്കിലും വിഷാംശമെല്ലാം ഉണ്ടെങ്കിൽ പുറത്തെല്ലാം ഇങ്ങനെ ഇട്ടിട്ടെല്ലാം വരുന്നതല്ലേ. അപ്പോൾ അതെല്ലാം പോയി കിട്ടും കേട്ടോ. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻ്റ് ഒന്നും ചെയ്യാൻ മറന്നേക്കല്ലേ. അപ്പോൾ ഈ തക്കാളി ഞാനവിടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെളുത്തുള്ളിയെല്ലാം ഞാൻ ഒന്ന് തൊലിയെല്ലാം കളഞ്ഞ് വെക്കുന്നുണ്ട്. രാവിലെ ഇപ്പോൾ ഇതൊക്കെ കളയാൻ നിന്നാൽ ഭയങ്കര സമയം എടുക്കും കേട്ടോ. അപ്പം ഇതിന് ഒരു സമയം വേണം. വെളുത്തുള്ളി ഇഞ്ചിക്കെല്ലാം സവാള കട്ട് ചെയ്യാനും എല്ലാത്തിനും ഒരു സമയം വേണം അല്ലേ. അപ്പം തലേന്ന് ഇതൊക്കെ കട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് അത്ര ബുദ്ധിമുട്ട് കാണൂല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ വെളുത്തുള്ളിയെല്ലാം ഞാനിവിടുന്ന് പിന്നെ തൊലിയൊക്കെ കളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര മടിയുള്ള ഒരു കാര്യമാണ് കേട്ടോ ഈ വെളുത്തുള്ളി ഇഞ്ചിയെല്ലാം അരിയൽ. അപ്പോൾ മടിയുള്ള കാര്യമെല്ലാം ഞാൻ വേഗം ചെയ്തെടുക്കും കേട്ടോ.
അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം കേട്ടോ ബാക്കിയുള്ള പണിയെല്ലാം നോക്കാൻ. അപ്പോൾ ഞാൻ ചിക്കനൊക്കെ എടുത്തിട്ട് പിന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ എനിക്ക് കുറച്ച് നേരത്തെ കൊണ്ടു തന്നതേ ഇല്ല കേട്ടോ, അതുകൊണ്ട് ഇങ്ങനെ ഐസൊന്നും കെട്ടിയിട്ടുണ്ടാവില്ല. അപ്പം പിന്നെ മന്തിക്ക് വേറെ തന്നെ ചിക്കൻ എടുത്തിട്ടുണ്ടായിന്. അപ്പം മന്തിൻ്റെ ചിക്കന് പിന്നെ ഇതേപോലെ പിന്നെ 2 കഷ്ണമാക്കിയിട്ടാണ് കേട്ടോ കൊണ്ടുവന്നീന്, മുതുമനായിട്ട് തന്നെ കൊണ്ടുവന്നതാണ്. പക്ഷെ എനിക്ക് അങ്ങനെ വേണ്ടായിരുന്നു. പിന്നെ ഞാൻ മന്തിക്ക് പീസായിട്ട് തന്നെ ചെറിയ പീസായിട്ട് തന്നെ മുറിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ സാധാരണ മന്തിക്ക് ഞാൻ ഇതേപോലെ പിന്നെ ഇങ്ങനെ എടുക്കലാന്ന് കേട്ടോ, അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ കൊണ്ടു തന്നിന്. അപ്പം ഞാൻ പറഞ്ഞിട്ടുമില്ല പിന്നെ ചെറിയ പീസാക്കിയിട്ട് തന്നെ കൊണ്ടു തന്നാൽ മതിയായിനൊന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇങ്ങനെ 4 ഭാഗമായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഞാൻ സാധാരണ മന്തി ആക്കൽ. അപ്പോൾ ഇപ്രാവശ്യം വിചാരിച്ച് ചെറുങ്ങനെ കട്ട് ചെയ്യാൻ വിചാരിച്ചിട്ട് അപ്പോൾ പറയാനും മറന്നുപോയി. അപ്പം പിന്നെ ഇത് ഇനി കട്ട് ചെയ്തെടുക്കണം കേട്ടോ ചെറുങ്ങനെ. പെരുന്നാൾക്ക് അടി പോകാനൊന്നും പ്ലാനില്ല കേട്ടോ. അപ്പം പിന്നെ ഹസ്ബൻഡിൻ്റെ പെരക്കൊന്ന് പോവും, അവിടെ എല്ലാവരും ഉണ്ടാവും കേട്ടോ. അപ്പം നല്ല രസമായിരിക്കും അവിടെ. അപ്പോൾ അവിടെ പോയിട്ട് രാത്രി ഇങ്ങോട്ട് വരും കേട്ടോ, വൈകുന്നേരം പോയിട്ട് രാത്രി ഇങ്ങോട്ട് വരലാന്ന്. അപ്പോൾ ഹസ്ബൻഡ് ഇപ്പുറത്തുനിന്ന് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ, എല്ലാ സാധനവും കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പം എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടേ ഉണ്ടായിട്ട് കേട്ടോ. ആ കട്ട് ചെയ്യൽ ഭാഗം കുറഞ്ഞാൽ തന്നെ ഏകദേശം പകുതി പണി കുറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ബീഫ് കട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ പെരുന്നാക്കെല്ലാം കട്ട് ചെയ്തിട്ടാണ് എനിക്ക് കൊണ്ടുതരൽ. അപ്പോൾ ഇപ്രാവശ്യം കട്ട് ചെയ്യാതെ തന്നെ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കട്ട് ചെയ്യാൻ പോയപ്പം പറഞ്ഞു ഞാൻ കട്ട് ചെയ്തോളാം പിന്നെ അങ്ങനെ പറഞ്ഞിട്ട് കട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പം ബീഫും കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കഴുകിയിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. പിന്നെ അങ്ങനെ മുളകൊന്നും പെരക്കിയിട്ട് വെക്കൂല, ഇത് കഴുകിയിട്ട് ഞാനൊരു ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. രാവിലെ മുളകെല്ലാം പെരക്കിയിട്ട് വെക്കൂലോ. അപ്പം മന്തിൻ്റെ എനിക്ക് കുഴച്ച് വെക്കണം കേട്ടോ. അതൊന്നും ഞാൻ വീഡിയോ എടുക്കുന്നില്ല. ഇതിൻ്റെ വീഡിയോ പിന്നെ മുമ്പ് ഞാൻ പിന്നെ ഇട്ടിട്ടുണ്ടായിന് കേട്ടോ. അപ്പം അത് വേണമെന്നില്ലവർ ഒന്ന് പോയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം സെറ്റാക്കിയിട്ട് കിടന്നുറങ്ങണം. അപ്പോൾ ഇതാ രാവിലെ ആയിട്ടുണ്ട് കേട്ടോ. രാവിലെ പിന്നെ പള്ളിയിൽ പോകുന്നതിന് മുപ്പട്ടെ എണീച്ചിട്ട് ഞാൻ ഇതാ കൽബിൻ്റെ കൊട്ടുണ്ടായിന് ബീഫിൻ്റെ, അത് കറി വെച്ചിട്ടുണ്ടായിന് കേട്ടോ. അപ്പം അത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ആ കൽബിൻ്റെ കൊട്ട് മാത്രം കറി വെക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പം അത് മാത്രം വാങ്ങിക്കലാന്ന് കേട്ടോ. അത് മാത്രം വാങ്ങിച്ചിട്ട് ഇങ്ങനെ കറി വെക്കലാന്ന്. മക്കൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് കഷ്ണം അതിൽ ഇട്ടിട്ടുണ്ടായിന്. അപ്പോൾ ഇതാ രാവിലെ തന്നെ നെയ്പ്പത്തിലും ചുട്ടിട്ടുണ്ടായിന്. അപ്പോൾ ഈ കറിയൊന്ന് വറ്റിച്ചെടുക്കുകയെന്ന് കേട്ടോ ചെയ്യുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറി. എനിക്കൊന്ന് ബീഫിനെക്കാട്ടിയും ഇറച്ചിനെക്കാട്ടിയും ടേസ്റ്റാണ് കേട്ടോ ഈ കൊട്ട് കറി വെക്കുന്നത്. അപ്പോൾ ഇതാ മക്കളൊക്കെ രാവിലെ എണീച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പള്ളിയിൽ പോകണ്ടേ, അവർക്ക് ഇങ്ങനെ പള്ളിയിൽ പോകാനെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവർ വിളിച്ചാൽ വേഗം എണീക്കും കേട്ടോ. അപ്പോൾ പിന്നെ അവർക്ക് ഇങ്ങനെ കത്തൽ കൊടുക്കുകയായിരുന്നു കേട്ടോ. രാവിലെ ഇവിടെ 7:30 കേട്ടോ പള്ളി. അപ്പോൾ അതിന് മുമ്പേ തന്നെ എണീക്കണം. എൻ്റെ ചെറിയ മോനെയും കൂട്ടുന്നുണ്ട് കേട്ടോ പള്ളിയിലേക്ക്. അപ്പോൾ ഓനെ രാവിലെ വിളിച്ചെണീപ്പിച്ചിട്ടുണ്ടായിന്. അപ്പോൾ ഓനെ എണീക്കും, രണ്ടാളും എണീച്ച് കഴിഞ്ഞാൽ പിന്നെ ഓനും എണീക്കും കേട്ടോ. അവരെ കണ്ടാലും ഓനും എണീക്കും. അപ്പം ഞാനിവിടെ രാവിലെ നെയ്പ്പത്തിലും ഇങ്ങനെ എന്തെങ്കിലും ബീഫ് കറിയോ അങ്ങനെ കേട്ടോ ഉണ്ടാക്കൽ. അപ്പോൾ ഉമ്മമാരുടെ ഉണ്ടാകുമ്പോൾ പിന്നെ നമുക്ക് പഴംപൊരിച്ച് അങ്ങനെയെല്ലാം ഉണ്ടാക്കലുണ്ടായിന്. അപ്പോൾ ഇപ്പോൾ അതൊന്നുമില്ല കേട്ടോ. അപ്പോൾ ബിരിയാണി വെക്കുന്നതിൻ്റെ വീഡിയോ ഒന്നും ഞാനിവിടെ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ വെറുതെ വീഡിയോക്ക് ലെങ്ത് കൂടണ്ട വെച്ചിട്ട് ആ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അത് ബിരിയാണീൻ്റെ റെസിപ്പിയും പിന്നെ മന്തിൻ്റെ റെസിപ്പിയെല്ലാം ഞാൻ മുമ്പ് ഇട്ടുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ അതെല്ലാം എടുക്കാൻ നിന്നാൽ വീഡിയോ നല്ല ലെങ്ത് ആയിരിക്കും. അപ്പോൾ ഇതാ നമ്മളെ ബിരിയാണിയെല്ലാം ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ റൈസ്, പിന്നെ ബിരിയാണീൻ്റെ റൈസും പിന്നെ ഇതാ മസാല, ഇത് രണ്ടും ഞാൻ മിക്സ് ആക്കില്ല കേട്ടോ. പിന്നെ സെപ്പറേറ്റ് തന്നെ ആക്കലാന്ന്. വൈകുന്നേരത്തേക്ക് പുളി വരാൻ ചാൻസ് ഇല്ലോണ്ട് സെപ്പറേറ്റ് തന്നെ ആക്കലാന്ന്. അപ്പോൾ ഇതാ ബീഫ് വറവും പിന്നെ തൈര്, പിന്നെ ഇതാ ചിക്കൻ മന്തി. പിന്നെ മന്തി ഞാൻ കുറച്ചേ ആക്കിയിട്ടു കേട്ടോ. പിന്നെ ആർക്കും പിന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലോ വിചാരിച്ചിട്ട് ഞാൻ കുറച്ചേ ആക്കിയിട്ട്. പക്ഷെ എല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെട്ടിന് കേട്ടോ. എല്ലാ ഫുഡിനും നല്ല പിന്നെ ഒരു അഭിപ്രായമാണ് കേട്ടോ പറഞ്ഞു. അപ്പോൾ മക്കൾക്ക് വേണ്ടി ഞാനിവിടെ കുറച്ച് കസ്റ്റേർഡ് ആക്കിയിട്ടുണ്ടായിന്. അപ്പോൾ അവർ രാവിലെ കുറച്ച് തിന്നിട്ടുണ്ടായിന്. അപ്പോൾ ഇതാ മന്തിൻ്റെ പിന്നെ മയോണീസും പിന്നെ സാലഡും എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ ഫുഡിനെ കുറിച്ചുള്ള നല്ല അഭിപ്രായമാണെന്ന് പറഞ്ഞിട്ടുണ്ടായി. ഞാൻ വിചാരിച്ചിനി മന്തിയൊന്നും ആർക്കും ഇഷ്ടപ്പെടില്ല എന്നെല്ലാം വിചാരിച്ചു. പക്ഷെ മന്തിയെല്ലാം നല്ല അഭിപ്രായമാണ് കേട്ടോ പറഞ്ഞിന് എല്ലാവരും. പിന്നെ
അപ്പോൾ ഇതാ ഫുഡൊക്കെ തയ്യാറായിട്ടുണ്ട്. ഇനി എനിക്കൊന്ന് ഡ്രസ്സ് മാറണം കേട്ടോ. മക്കളൊക്കെ പള്ളിയിൽ പോയിട്ടുണ്ടായിന്. അപ്പോൾ ഇതാന്ന് കേട്ടോ എൻ്റെ ഡ്രസ്സ്. പിന്നെ സിമ്പിളായിട്ടുള്ള ഒരു ചുരിദാറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പാൻറ്റാണ്. അപ്പോൾ അതിൻ്റെ ഷാളുമാണ് കേട്ടോ. ഇനി ഒരിക്കൽ ഫ്രഷാണ് കേട്ടോ നമുക്ക് പെരുന്നാളിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഞാൻ കുപ്പികളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കുപ്പികളെ. അപ്പോൾ ഞാൻ ഫ്രഷ് ആയിട്ടുണ്ട്. അപ്പോൾ മൈലാഞ്ചിയെല്ലാം ഞാൻ തലേന്നേ വെച്ചതാണ്, ഞാൻ തന്നെ വെച്ചതാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞിട്ട് അത്രേ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഹസ്ബൻഡിൻ്റെ പോലീസുകാരൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ കുറച്ചാൾ വന്നിട്ടുണ്ട്, ബാക്കിയുള്ള ആൾ വരണത്ര കേട്ടോ. അപ്പം കുറച്ച് വന്നവർക്ക് ഞാൻ വേഗം ഫുഡെല്ലാം വെച്ചു കൊടുത്ത് അവരാദ്യം ഇരിക്കട്ടെ വിചാരിച്ച്. അപ്പോൾ അവർ കഴിക്കുന്ന വീഡിയോ ഒന്നും അങ്ങനെ ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ എൻ്റെ മോനിങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളെ പെരുന്നാൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻ്റ് ഒന്നും ചെയ്യാൻ മറന്നേക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.